റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 27 മുതൽ 30 വരെ കഞ്ഞിക്കുഴി നങ്കി സിറ്റി SNV-HSS പ്രധാന വേദിയായി നടക്കും. 26 രാവിലെ 10 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഈ വർഷത്തെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കഞ്ഞിക്കുഴി നങ്കി സിറ്റി SNV-HSS-ലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നവംബർ 27 മുതൽ 30 വരെയാണ് കലോത്സവം നടക്കുക. 26 രാവിലെ 10 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കളക്ടർ വി വിഘ്നേശ്വരി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിക്കും. ഈ വർഷത്തെ കലോത്സവം SNHS നങ്കി സിറ്റിയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഏതാണ്ട് 64 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു കലോത്സവം. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം. അല്ല, നമ്മുടെ ഇടുക്കിയുടെ കലോത്സവം നമ്മൾ നവംബർ 27 മുതൽ 30 വരെയുള്ള തീയതികളിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 26-ാം തീയതി രാവിലെ 10 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. മന്ത്രിയുടെ സൗകര്യാർത്ഥമാണ്. ഏകദേശം നമ്മളൊരു 10ഓളം സ്റ്റേജുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു 7-8 സ്റ്റേജുകൾ സ്റ്റേജ് ഐറ്റംസിലും ബാക്കി ഓഫ് സ്റ്റേജ് ഇനങ്ങളുമായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. സെന്റ് മേരീസ് LP സ്കൂൾ, കഞ്ഞിക്കുഴി പാരിഷ് ഹാൾ, മിനി പാരിഷ് ഹാൾ, അപ്പൂസ് ഹാൾ, VHSE ബിൽഡിംഗ് എന്നിവിടങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന 10 വേദികളിൽ മത്സരങ്ങൾ നടക്കും. 7 ഉപജില്ലകളിൽ നിന്നായി 4500-ലേറെ കലാപ്രതിഭകൾ മത്സരിക്കും. പാലീയ നൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, മംഗലംകളി, പണിയ നൃത്തം എന്നീ ഇനങ്ങൾ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ബൈറ്റ്. സമാപന സമ്മേളനം 30 വൈകിട്ട് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ DDE ഷാജി S, DEO മണികണ്ഠൻ PK, AEO യശോധരൻ K, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആറ്റ്ലി VK, ദീപു ജേക്കബ്, ജോസുകുട്ടി ചക്കാലയിൽ, ജോർജ് ജേക്കബ്, ആനന്ദ് A കൊട്ടരി, ഷൈൻ ജോസ്, ഷാജിമോൻ KJ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.